ഈറ്റിങ്ങളെയും കൂടെ എന്താ മാണ്ട എന്നാല് ഈറ്റിങ്ങളെന്നാ മാണ്ട് ഇല്ല ഓ എല്ലാം അന്ന് എത്ര നേരമായി ഇത് തുടങ്ങിയിട്ട് കുഞ്ഞങ്കാരം നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങളൊന്ന് ഓരോട് പോയിട്ട് പറ. വിഷു അല്ലേ വസന്തേ? അതിന്റെ ബാക്കിയുള്ളവർക്കൊന്നും ജീവിക്കണ്ട. കുഞ്ഞൻ എത്ര നേരം ഞെട്ടി ഞെട്ടി കരയുന്നേ? ഞാനൊന്ന് ഓലോട് പറയട്ടെ. ഏട്ടാ അടുത്ത നമുക്കൊരു ബോംബ് പൊട്ടിച്ചാലാ? ഞാൻ തന്നെ ഇതൊന്നും കളിക്കേണ്ട പ്രായം എനിക്ക് അയക്കില്ല കേട്ടാ. നമുക്ക് ബാണം പെടാ. പൊട്ടിക്കലുണ്ട്. എടാ ഇന്നോടല്ലേ പറഞ്ഞ പൊട്ടിക്കല്ലാന്ന്? നിങ്ങൾക്ക് എന്താ ഇനി നമ്മളെ വിടുന്നല്ലേ പൊട്ടിക്കുന്നേ? എന്താടാ ചെറിയ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞൂടെ? എത്ര പ്രാവശ്യം ഞെട്ടി എണീക്കുന്നു? നിങ്ങൾ കുഞ്ഞനങ്ങ് ഉറക്കിക്കളാന്ന്. ഇനി ഇങ്ങനെ പടക്കം പൊട്ടിച്ച കുഞ്ഞനെങ്ങനെയാ ഉറങ്ങാ? നിങ്ങൾക്ക് എന്താ വിഷു അല്ലേ? നാളെ പൊട്ടിക്കും. പണ്ടേ ഞാൻ ഇതുകൊണ്ട് അണ്ണാക്കിൽ വെച്ച് പൊട്ടിക്കേണ്ടതായിരുന്നു. എന്തൊരു കഷ്ടായത്. എല്ലാം ഇങ്ങോട്ട് ഞാൻ പറക്കില്ല. ബോംബ് കൊണ്ട് കളിക്കരുത്. ചെറിയ കുട്ടികൾ കളിക്കുന്ന സാധനമല്ല. ഞാൻ ചെറിയ കുട്ടിയേട്ടാ. ആമ്പിത്തിരാത്തിക്ക് എല്ലാം പൊന്നെന്താ വരാത്തെ? ഇത് കൊറേ നേരമായില്ല. പൊന്നെന്താ വരാത്ത ഓളിങ് വരൂലേ? പിന്നെ കണക്ക് കാണണ്ടോളാ? ഓളിങ് വരൂലേ? വരുമ്പം കണ്ടാ മതി. അനുഭവത്തിന്റെ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളെ വിട്ടിയൊക്കെ ഓളെ തേച്ചിട്ട് പോകും കേട്ടുക. സയേശ ഇന്റെ അഭിരാമിനെ പോലെ അല്ല എന്റെ പൊന്നു കേട്ടിക്കാ. എടാ 18 വയസ്സാകാത്ത പെമ്പിളരൊന്ന് സ്നേഹിക്കറി. ഓൾക്കിനോട് അട്രാക്ഷനാ, അല്ലാണ്ട് പ്രേമോ മണ്ണാൻ കട്ടിയൊന്നല്ല. സയേശ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രേമം തന്നെയാ അല്ലേ? ഞാൻ അറിയില്ലേ. നീയും മറ്റേ ഹർഷനും തമ്മിലുള്ള കഥ ഞാൻ പറയട്ടെ. ഇവിടെ ഞങ്ങളോട് പറയട്ടെ. എന്നാ പറ അട്രാക്ഷൻ പ്രേമയല്ലേ? മലേഷ്യക്കാരനെ കണ്ടേരോ 5 കൊല്ലം പ്രേമിച്ച എന്നെയും വിട്ട് പോയോളാ ഓള്. ഓളോടുള്ള വെറുപ്പ് ഓളെ കുഞ്ഞിനോട് തീർക്കുന്നല്ലേ? വാണം ഇവിടെ വെക്കട്ടെ. എടാ ആടെല്ലാം വെക്കണ്ടേ? ഓന്റെ പൊരേന്റെ ദിശയില നോക്കി തന്നെ വെച്ചോ. പക അത് തീർക്കാനല്ലടാ, പൊട്ടിക്കടങ്ങി. ഇതെന്ത് കഷ്ടമേ. മാരിക്കിരിപ്പങ്ങളെ കൊണ്ട് എന്തെന്നാ മാണ്ട. ഞാൻ ഓലോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എല്ലാം നല്ല വെള്ളത്തിലാ. നല്ല അടി തന്നെ കൊടുക്കണം നിങ്ങൾക്ക്. എല്ലാത്തിൻ്റെ ആളെ സജേഷ ഓനെ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. ഓനമ്മൾ ഇവിടെ കട്ടിച്ചു കൊടുക്കാത്ത വെറുപ്പ് വേറെന്ത്? അത് പാളിപ്പോയി സജേഷ. എന്റെ പ്രേമം പോലെ തന്നെ. ഇതെന്തൊരു കഷ്ട ഇത്. എടാ ഇങ്ങക്കെന്താ പറഞ്ഞാ മനസ്സിലാവൂലേ? നിങ്ങൾക്ക് എന്താ ഞാൻ ഇവിടുന്നല്ല പൊട്ടിക്കുന്നേ? സജേഷ എനിക്കെന്റെ മോളെ കെട്ടിച്ചു തരാത്ത ചൊരുക്കാൻ നിനക്ക് നന്നായിട്ട് അറിയാം. എല്ലാ വസന്തേച്ചി വിഷു കൊല്ലത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ, ഞമ്മക്ക് ആഘോഷിക്കണ്ട. ഇനി ആഘോഷിച്ച ഞങ്ങളെ എന്തിനാ ഞെടുങ്ങിറക്കുന്നേ? വസന്തേച്ചി കഴിഞ്ഞ കൊല്ലം നിങ്ങളെ പോലെ മാതി എടുത്തി മരിച്ചു. ഞമ്മക്ക് വിഷുവില്ല. അതിൻ്റെ മുന്നിലത്തെ കൊല്ലം നിങ്ങളെ മൂത്ത മോള് പ്രസവിച്ച്. അന്നേരം നിങ്ങൾ പൊട്ടാസ് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞു. ഇനി അടുത്ത കൊല്ലം നിങ്ങളെ വാസുവട്ടം മരിച്ചു കഴിഞ്ഞാലോ നമ്മൾ വിഷു മൂഞ്ചി അല്ലേ? ഞമ്മക്ക് ആഘോഷിക്കണ്ട. ഇക്കൊല്ലം അങ്ങനെ പോട്ടെ. അടുത്ത കൊല്ലം നമുക്ക് ശിവകാശി നേരിട്ട് പടക്കിറക്കണം. എന്നാൽ കുറേ കിട്ടുകയും ചെയ്യും, ഗംഭീരമായിട്ട് പൊട്ടിക്കുകയും ചെയ്യാം. നമ്മളെ കാണാനായിട്ടെൻ്റെ ഒക്കെയല്ലേ ഓലെല്ലാം കച്ചവടം നടത്തുന്ന എങ്ങനെയാ? ശിവാശി ഡയറക്റ്റ് ഇറക്കുന്നല്ലേ? സജേഷേ ഓൾ ഇത്ര ഒച്ചത്തിൽ പാട്ട് പാടണമെങ്കിൽ അത് ഇഞ്ഞ് കേൾക്കേണ്ടിട്ടാ. കുഞ്ഞിനെ ഓർക്കാൻ ഓൾ ഇത്രയും ഒച്ചത്തിൽ പാടണം. അവളെ കുഞ്ഞിനെ അവർക്ക് കൊടുക്കാം. കാണിച്ചു കൊടുക്കാം. പടച്ചനെ കറക്റ്റുള്ളതല്ലേ ഇത്. നിങ്ങൾ കച്ചന ഉണ്ടാക്കും. എന്താണ് ഇത്? കട്ടൻ ചായ അല്ല. കുറച്ചാ
ഇവിടെ പാടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന എടാ ഇങ്ങോട്ട് വരുന്നില്ലേ പാടോ അരക്ക് ഇതുകൂടി പൊട്ടിക്കട്ടെ. കേസൊന്നുമില്ലേ? എത്രാമത്തെ പെഗ്ഗ കേസ് അടിക്കണ്ടേ? ഇതെന്തൊരു കഷ്ട ഇത്. ഹാപ്പി വിഷു. എന്റെ മോനെ മാറ്റിയില്ല കാട്ടറബി സാധനല്ലോ. ഇതൊരു മാറ്റം. എന്നാ ഇതെടുത്തോ. ഇതൊക്കെ നിങ്ങളില്ലേ വാർഡ് മെമ്പറോട് പോയിട്ട് പറ. കുഞ്ഞിനെന്താ പറ്റിയിട്ട് എന്താക്കുക? എന്നാ പിന്നെ അത് തന്നെയാ നല്ലത്. ഞാൻ ആ ബാലിനെ ഒന്ന് കാണട്ടെ. ഞാൻ എത്ര നേരം കാത്തിരിക്കുന്നു. ഇനി എന്താക്കിയതാ? ആ അച്ഛൻ എന്നെ വിടണ്ടേ? എന്തിനാ പോന്ന് ഏതിനാ പോന്ന്? 100 കൂട്ടം കാര്യങ്ങൾ അറിയണ ആ തളയ്ക്ക്. എല്ലാ അച്ഛമ്മ ഇങ്ങനെ തന്നെയല്ലേ? പിന്നെ ചേട്ടാ നമ്മൾ തമ്മിൽ 14 വയസ്സിന് ഡിഫറൻറ്റ് ഉണ്ടല്ലേ? എനിക്ക് അറിയുന്നില്ല. അതിന് ഇപ്പൊ ചോദിക്കുന്നേ? എൻ്റെ ക്ലാസ്സിൽ അതുല്യ പറയാ എനിക്ക് 36 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് 50 വയസ്സാവുന്നു. എല്ലാം ഞാൻ സഹിക്കും. നിങ്ങൾ കളവനാന്ന് പറഞ്ഞാൽ അത് മാത്രം എനിക്ക് സഹിക്കില്ല. ഞാൻ ഇനി മിണ്ടൂല വിനീഷേട്ടാ. എന്നോടാ? ഇനിയൊരു കാര്യം അറിയാ, ഫഹദ് ഫാസിലും നസ്രിയും തമ്മിൽ എത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്ന്? 18 20 രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഓഹോ, ഓൾ ഹാപ്പി അല്ലേ? ആണോ? ആ, നമ്മള് ഹാപ്പി ആയിരിക്കും അല്ലേ? തന്നെ പൊന്നു സജേഷ് പറയുന്നേ, എനിക്ക് എന്നോട് ക്രഷാ അട്രാക്ഷനാ 18 20 വയസ്സെല്ലാം കഴിഞ്ഞാൽ എനിക്ക് വിവരം വെക്കൂ, ഞാൻ ഒഴിവാക്കൂന്ന്. നിങ്ങളെന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ് അറബിക്കടൽ മൂരാട് പോയൊക്കെയുള്ളതാണെങ്കിൽ പൊന്നു എൻ്റെതാണ്. ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിക്കല്ലോ. കേട്ടാലെന്താ? അമ്മ ഇങ്ങോട്ട് വാ, ഒരു കാഴ്ച കാണിച്ചു തരാം നമുക്ക്. നാടെ നോക്ക്. ആ മെമ്പറെ മോളെ തന്നെ മാണ് എനിക്കല്ലേ. ശരിയാക്കി തരാം. അമ്മ ഒന്നും ചെയ്യണ്ട, ഇത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇത് ഭയങ്കര മോശമായിപ്പോയി. എന്ത്? ഒന്നുമില്ല, അടുത്ത മാസം എന്റെ കല്യാണല്ലേ, അതെങ്കിലും ഒന്ന് ആലോചിച്ചുകൂടാനാ? അതിന് നമ്മളെ വാർഡ് മെമ്പർ വന്നിക്കേനും ഇവിടെ ഓരോ കൈ കിട്ടിയേട്ടനെ തീർക്കുന്നാ പറഞ്ഞേ. വാർഡ് മെമ്പറിന് എന്നെ നോക്കിയിരുന്നേ? പിന്നെ ഓരോ മോളെ ഏട്ടന്റെ വീഡിയോ ഇറങ്ങിയാല് ഓരോ ഇതിനെ കൈ കെട്ടി നോക്കിയിരിക്കാനാ? എന്ത് വീഡിയോ? അപ്പൊ ഇതൊന്നും കണ്ടിക്കില്ല? ഫോൺ എടുത്ത് നോക്ക്, നാട്ടുകാർ മൊത്തം കണ്ട്. ഇനി ഏട്ടനാ കാണാൻ ബാക്കി ഉണ്ടാവും. എന്റെ ഫോണോട് പോയി ബാത്റൂമിലുള്ള അല്ല ഇവിടെ ആരും ഇല്ല. എന്തെന്നാ അല്ല ഞാൻ വരുത്തിയ നിങ്ങൾ എന്താ ബിനീഷിനെ പുരക്ക് പറ്റിയ? എന്റെ മോന്റെ ചങ്ങായിയല്ലേ, മക്കളെല്ലൂടെ വരുന്നതല്ലേ. അപ്പൊ നിങ്ങൾ ഒത്താശ ചെയ്യുന്ന അതിനില്ല? ഇന്റെ മോളും ഓനും എല്ലാം പോട് വരുത്തുണ്ട്. ഞാൻ എന്താ അങ്ങനത്തെ നോക്കിയിട്ട് അറിയാനാ ഒരുമായിട്ട് പ്രേമാന്ന്? എനക്ക് സംശയമുണ്ട്, നിങ്ങളും ഇവിടുത്തെ ചെക്കനെല്ലാം കൂടി ഒത്തിട്ടുള്ള പരിപാടിയായിട്ട്. പോടായിരുന്നു ഇവിടെ വന്നിട്ട് ചിലക്കുന്ന്. ഇന്റെ മോളെ നോക്കണ്ടേ ഞാളല്ല. ഞാൻ എൻ്റെ മോളെ അടക്കത്തിൽ തന്നെയാണ് വളർത്തിയത്. ഈറ്റ കച്ചറ പിള്ളേർ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ പുരക്ക് കയറ്റുന്നത്? ഞാളെ പുരക്ക് എല്ലാവരും വരുകയും ചെയ്യും പോവുകയും ചെയ്യും. ഇനി ബാഡ് നമ്പറല്ലേ, സ്വന്തം പൊര അന്നാക്കാതെ എങ്ങനെയാടാ നാട് അന്നാക്കുക? എന്താ ചെയ്യേണ്ടിയെന്ന് എനിക്കറിയാം. നിങ്ങളെ ചെക്കൻ എൻ്റെ കൈ കിട്ടു. ഇനി ഒലത്തും പോടായിരുന്നു. ഈറ്റാ തോന്നിയാസുകളെ ഇനി പൊരേ കാറ്റിക്കണ്ട കണ്ണിയാൻ കലക്കിക്കൊള്ളി. അച്ഛമ്മേ, അതിന് ഓറ് നമ്മ വലിയ പ്രേമാ. ഇങ്ങനത്തെ പ്രേമം ഉണ്ടെങ്കിൽ പാർക്കിലോ വീട്ടിലാറ്റം പോണം. ഇങ്ങ് പൊരയിലല്ല കാറ്റിക്കൊണ്ടിയറിൻ്റെ.
എടാ ഇനി ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എന്ത് മനസ്സിലാക്കാനാടാ? ഇനി എൻ്റെ ഫോൺ നോക്ക്. നാട്ടിലുള്ള എല്ലാ ആൾക്കാരും കണ്ട് എൻ്റെ വീടിൻ്റെ വയ്യപ്പറാന്ന് സോഷ്യൽ മീഡിയ മൊത്തം ഉള്ളത്. ഇനി ഓള് എന്തിനാടാ കാണിച്ചു കൂട്ടി നാടുന്ന്? എടാ ഞാൻ സംസാരിച്ചില്ലടാ, ഞാൻ എപ്പോൾ അവിടെ വരുന്നതല്ലേ. എൻ്റെ പൊന്നിൻ്റെ അച്ഛൻ വീട്ടിൽ എന്നിട്ട് എന്തെല്ലാം പറയാൻ അയാൾ ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല. പാവം എൻ്റെ പൊന്നിന് കുറേ അടിയിട്ടിട്ടുണ്ടാവും. എൻ്റെ പൊന്നു, എൻ്റെ അച്ഛനാണ് എന്നെ വീട്ടിൽ കയറ്റൂല. കിട്ടിയ കയ്യും കണക്കൂല എനിക്ക്. എല്ലാത്തിനും കാരണം അഭിരാമിയാടാ. ഓളാ ഞാളെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം പോസ്റ്റ് ചെയ്തേ. വെറുതെ വിടറോളാ. ഓക്കൂട്ടൊരു പണി കൊടുക്കണടാ. വിഷു അല്ലേ, ഒരു വിഷുക്കണിയും കൊടുത്താലാ. മീശമാത സിനിമ നമ്മളും കണ്ടിട്ടില്ലേ? കൊടുക്കാടാ നമുക്ക് അതേപോലത്തെ റേറ്റിൻ്റെ പണി. അതുപോലെ തന്നെ കണി കാണിക്കണോടാ. അച്ഛനും മോളും കുറേയായി ഒരു കുഞ്ഞിനെയും കൊണ്ട് ഉമ്മലടങ്ങാറാക്കുന്നത്. സായേഷേ, ഇനി പെട്ടെന്ന് ആ വാൻസൽ എടുക്കാൻ വന്നാട്ടെ. എന്റെ പൊണ്ണു ചെക്കൻ തമ്മിൽ എന്താടാ? ഞാൻ എല്ലാത്തിനും ഒത്താശ ചെയ്യുന്നില്ല. വീട്ടിൽ സൗകര്യം ചെയ്ത് കൊടുക്കുന്നാടാ. ഞാനെന്താക്കി ഒന്നിലൊന്നും ഉണ്ടാവണം. അടച്ച കൊടുക്കടാ. എണ്ണ തേച്ച് മലേഷ്യക്കാരൻ്റെ കൂടി പോയ ദുഷ്ടത്തി എനിക്ക് ഞാള് തരുന്നു. ഞാളെ പാക്ക നല്ലൊരു കണി കൊല്ലം നല്ല ബസ്സായിക്കോട്ടെ. എന്റെ പഠിച്ചോനെ എന്തൊരു വേദിയാ. എനിക്ക് വേദനയുള്ളൂ മനെ. കക്കൂസ് പോയിരുന്നിട്ട് എന്നാ പറയണ്ടിയേ. കാറ്റ് മാത്രമായിരിക്കില്ലേ എന്റെ അവസ്ഥ. കുറച്ചും കൂടി മേലോട്ടാണെങ്കിൽ ഞാനും ഓൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും. റബ്ബർ ബുള്ളറ്റായ നമ്മളെ ഭാഗ്യം. അല്ലാണ്ട് തുളഞ്ഞു പോയേനെ. ഇനി എന്നെ എനിക്ക് ഓളെ കാണത്തെ നിർബന്ധം. ഓളിന്നലെ വിളിച്ചു പറഞ്ഞതാ അർജന്റായിട്ട് വരണമെന്ന്. പിന്നെ എല്ലാ വിഷുവിനും ഞാൻ അമ്പലത്തിൽ വരുത്താ. കാരണം കണ്ടാലെന്നാണ് വിചാരിക്കുക. ഞാനതല്ല ആലോചിക്കുന്നത് സജേഷേ. ഓർക്കെങ്ങനെയാ മനസ്സിലായി നമ്മൾ ഇന്നലെ കണി കാണിക്കാൻ വരുമെന്ന്? എടാ പൊട്ട, ഓറ് മിലിറ്ററി ഇന്റലിജൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവളെന്തിനാണ് വേഗം വല്ല എടുത്ത് വരുന്നേ? പോവാ. ഏടാ എനിക്കിനി പോരാൻ നിൽക്കാൻ പറ്റില്ല. ഞാൻ ആരും കാണാണ്ട് ഓടിയാന്ന്. ഒളിച്ചോടുകനാ. എനിക്കെത്ര വയസ്സാണ്? വെറുതെ ഇവൻ പോസ്കോന് ഉള്ളിൽ കിടക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്താ? ഞങ്ങൾ ഓടിച്ചോളൂ. വാ വിനീഷേട്ടാ, നമ്മൾ പോവാലോ. എൻ്റെ പൊന്നു, ഒന്ന് ഞാനിപ്പോൾ ഒളിച്ചോടാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേ അല്ല. ആടെ എന്ത് പറ്റി? ആടെ ഇന്നൊരു കണി കാണിച്ചതാ. പിന്നില്ലേ, എനിക്ക് 18 വയസ്സായിക്കില്ല. 17 വയസ്സും 3 മാസവും ആയിക്കുള്ളൂ. ഞാൻ പോക്സോ കേസിനകത്ത് കിടക്കേണ്ടി വരും. നമുക്ക് ഇങ്ങോട്ട് പണ്ടേ ഞാൻ പറഞ്ഞിട്ട് 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ പ്രേമിക്കരുന്നു. ഓലിക്ക് ഒന്നിക്കില്ല തേപ്പ്, അല്ലെങ്കിൽ ഒളിച്ചോട്ടോ. വിനീഷേട്ടാ, ആ വീഡിയോ കണ്ടിട്ട് എന്നെ അച്ഛൻ എത്ര അടിച്ചെന്നറിയോ? ഇനി ഞാൻ പറിക്കുന്നു, ഞാൻ പോവില്ല. ഏണേ, ഇപ്പം ഞാൻ എന്നെ കുട്ടി ഒളിച്ചോടി പോയാൽ ഉറപ്പായിട്ട് പോലീസുകാർ തൂക്കും. നോക്ക്, ജയിലിൽ പോയി കഴിഞ്ഞാൽ ഈ കുണ്ടിയും പറ്റി ഞാൻ എങ്ങനെ ഇരിക്കുവാനാ? പൊന്നോ, ദേഷ്യം പിടിക്കില്ല. എൻ്റെ വിനീഷേട്ടനാ പറയുന്നത്. 18 വയസ്സതിൻ്റെ പിറ്റേന്ന് എന്നെ വിളിച്ചോടി. ഞാൻ എന്താക്കും? എനിക്ക് വേറെ വഴിയില്ല. വിനീഷേട്ടന്റെ മാമേ ഒരു മിലിറ്ററിയിലല്ലേ? പഠിച്ചോനെ, അടുത്ത പടി ഇങ്ങനെ ഓടേ. എന്റെ മരുവളല്ലേ അത്? വിനീഷേട്ടാ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഡാ ഓടിക്കാ.